എപ്പോഴും മീൻ പൊരിച്ച് കഴിക്കുന്നവർ ഈ ഒരു വീഡിയോ സേവ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഇനി മീൻ ഉണ്ടാക്കുമ്പോൾ ഈ രീതിയിൽ ചെയ്താൽ നമുക്ക് കൊളസ്ട്രോളും ഒന്നും കൂടുകയും ഇല്ല, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് കഴിക്കുകയും ചെയ്യാം കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് ഒരു 12 ചുവന്നുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, അതുപോലെ തന്നെ ഒരു 5-6 അല്ലി വെളുത്തുള്ളി, പിന്നെ അതുപോലെ തന്നെ കുറച്ച് കാന്താരി മുളക്, കറിവേപ്പില, ഇതെല്ലാം നമുക്ക് ഈ ഇടികല്ലിൽ ഇട്ടിട്ട് ഒന്ന് ഇടിച്ചെടുക്കാം, അല്ലെങ്കിൽ അമ്മിയിലിട്ടൊന്ന് ചതച്ചെടുത്താലും മതി. ഇതൊന്നുമില്ലെങ്കിൽ നമ്മൾ മിക്സിയുടെ ഗ്രൈൻഡറിൽ എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്താൽ മതി കേട്ടോ, കൂടുതൽ അരയരുത്. ഇനി അതുപോലെ തന്നെ ഒരു പാൻ വെച്ചിട്ട് നമുക്കിതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഫ്ലെയിം ഓൺ ചെയ്യണമെന്നില്ല, ഇനി ഓൺ ചെയ്യുകയാണെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. എന്നിട്ട് ഇതിലോട്ട് നമുക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂണ് സാദാ മുളക് പൊടി, പിന്നെ അതുപോലെ തന്നെ കുറച്ച് പെരിഞ്ചീരകം പൊടിച്ചത് 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ കുരുമുളക് പൊടി, ഇത്രയും എടുത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നല്ല പോലെ പച്ചമണം മാറിയതിന് ശേഷം നമ്മൾ ചതച്ചെടുത്ത സംഭവങ്ങളുണ്ടല്ലോ, ചുവന്നുള്ളി, വെളുത്തുള്ളി, കാന്താരി മുളക്, കറിവേപ്പില, ഇഞ്ചി എല്ലാം കൂടി ചതച്ചെടുത്തിട്ടുണ്ടല്ലോ, അതിട്ടിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം പാകത്തിന് ഉപ്പ് ചേർക്കുക. വഴറ്റിയതിന് ശേഷം നമുക്ക് കുറച്ച് പുളിവെള്ളം ഒഴിച്ചെടുക്കാം. ഒരു 1/4 കപ്പ് വെള്ളത്തിൽ പുളി അലിയാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഒഴിച്ചു കൊടുക്കാം. ആ പുളി നല്ലപോലെ പിഴിഞ്ഞതിന് ശേഷം കേട്ടോ, ആ വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നല്ലപോലെ അടച്ചു വെക്കാം. ഇനി നമുക്കിതിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ തിളപ്പിച്ചിട്ട് ഒരു വെള്ളം വറ്റി എണ്ണ തെളിഞ്ഞ് വരുന്നതിന് ശേഷം നമുക്കിതിലോട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കിയ മീനിട്ട് കൊടുക്കാം. മീൻ ഞാൻ അയിലയാണ് എടുത്തിട്ടുള്ളത്. അതിൽ 2 സൈഡും നല്ല വരിഞ്ഞിട്ടാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. നമ്മൾ സാധാരണ ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ ആണ് ചെയ്യേണ്ടത് കേട്ടോ. ഇനിയിപ്പോൾ കഷ്ണം മീനായാലും കുഴപ്പമില്ല, ഇതേ മസാല തന്നെ മതി, ഏത് മീനായാലും പ്രശ്നമില്ല കേട്ടോ. ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഏകദേശം ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ വീണ്ടും ഒരു 3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും തിരിച്ചിട്ട് കൊടുക്കുക. 2 സൈഡിലോട്ടും മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത്ര മാത്രം ചെയ്താൽ മതി. ലാസ്റ്റ് പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്നും അടച്ച് വെച്ചാൽ മതി. വേണമെങ്കിൽ കുറച്ച് ഇതിൻ്റെ മുകളിലോട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് കറിവേപ്പില ചേർക്കുമ്പോൾ ഒന്നും കൂടി ഫ്ലേവർ കിട്ടും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചതച്ചെടുക്കുന്ന സമയത്ത് നല്ലപോലെ അരയാൻ പാടില്ല കേട്ടോ. പിന്നെ ചുവന്നുള്ളി ആയാലും വെളുത്തുള്ളി ആയാലും ഇഞ്ചി ആയാലൊക്കെ ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാനേ പാടുള്ളൂ. ഇടികല്ലിലിട്ട് ഇടിച്ചെടുക്കുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ നമുക്ക് പിന്നെ മിക്സിയിലിട്ട് കറക്കി എടുക്കണേ, ജസ്റ്റ് ഒന്ന് കറക്കി എടുക്കാം കേട്ടോ, ഫുള്ളും കണ്ട് പേസ്റ്റ് ആവരുത്. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. ഇതുപോലെ ഈ ഒരു പരുവത്തിലാകുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. നല്ല ഈ ഒരു മസാല തന്നെ നല്ലൊരു ടേസ്റ്റാണ്. ഇത് ചൂടാറുന്ന സമയത്ത് ഒന്നും കൂടി തിക്കായി വരും കേട്ടോ. അപ്പോൾ ചൂടാറിയ സമയത്ത് ഇത്രയും തിക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു മസാല തന്നെ നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ വേറെ ഒന്നും വേണ്ട കേട്ടോ, തന്നെ മതിയാവും കഴിക്കാൻ. ഇനി അതുപോലെ തന്നെ പൊറോട്ടയുടെയും ചപ്പാത്തിയുടെയും കൂടെ ഒക്കെ നമുക്ക് നല്ലൊരു കോമ്പിനേഷനാണ്. ഉച്ചത്തേക്ക് ഇങ്ങനെ ഉണ്ടാക്കിയാൽ വൈകുന്നേരം ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇനി ഉണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ.